വിവാഹം കഴിഞ്ഞ് വെറും 6 ദിവസം ഹിമാൻഷിയുടെ കരച്ചിൽ ഇന്ത്യ മറന്നിട്ടില്ല. നമ്മൾ ആരും മറന്നിട്ടില്ല. അന്ന് മാഞ്ഞ ആ സിന്ദൂരത്തിനാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം മറുപടി നൽകി. നമ്മുടെ മണ്ണിൽ വീണ ഒരു ചോരയ്ക്കും ഒരു കണ്ണീരിനും മറുപടി നൽകാതെ മുന്നോട്ട് പോകില്ല. എന്നും സ്നേഹത്തിന്റെയും എന്നും സമാധാനത്തിന്റെയും ഭാഷയിൽ മാത്രമാണ് ഇന്ത്യ സംസാരിച്ചിട്ടുള്ളത്. ഒരിക്കലും ഒരു യുദ്ധം ഇന്ത്യ ആഗ്രഹിച്ചിട്ടേയില്ല. പക്ഷേ നമ്മുടെ മണ്ണിൽ കയറി നിരായുധരായ സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെയാണ് പാകിസ്ഥാൻ വെടിയുതിർത്തത്. ഭീകരവാദികൾ വെടിയുതിർത്തത്. ആ ഭീകരവാദികളെ തുടച്ചു നീക്കുക തന്നെ ചെയ്യും. ആ കണ്ണീരിന് ഇന്ത്യ മറുപടി പറയുക തന്നെ ചെയ്യും. അതിന്റെ ഏറ്റവും വലിയ നീതി അവർ അർഹിക്കുന്നത് അത് തന്നെയാണ്. 14 ദിവസം കാത്തിരുന്നു. ആ 14 ദിവസം കഴിയുമ്പോൾ കൃത്യമായ മറുപടി, ഇന്ത്യയുടെ സൈനിക ശക്തി മുഴുവൻ വിളിച്ചോതുന്ന മറുപടിയാണ് ഭീകരവാദികൾക്ക്. അതോടൊപ്പം തന്നെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനും പാക് മണ്ണിൽ കയറി ഇന്ത്യ നൽകിയിരിക്കുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ റിട്ടയർഡ് കേണൽ രാജീവ് മണ്ണലി അതിഥിയായി ചേരുന്നുണ്ട്. സർ, സ്വാഗതം. ഈ സ്വാഭാവികമായും താങ്കളെ പോലെയുള്ളവർക്ക് തിരിച്ചടിക്കും അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടാകും. തിരിച്ചടി ഓരോ ഇന്ത്യൻ പൗരനും ആഗ്രഹിച്ചിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതിൽ മാത്രമായിരുന്നു നമുക്ക് സംശയം. ഇന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ, ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നു കഴിഞ്ഞപ്പോൾ, അതിന്റെ ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നിയത്? എനിക്ക് വളരെ അഭിമാനം തോന്നി. ഒന്ന്, ആത്മനിർഭർ ഭാരതിന്റെ ഒരു ശരിയായ ശക്തി പ്രകടനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അങ്ങനെ കാണാൻ സാധിക്കൂ. പാകിസ്ഥാൻ എന്തൊക്കെ ലക്ഷ്യങ്ങളാണോ വെച്ചിരുന്നത് ഈ പഹൽഗാം ആക്രമണത്തിൽ, ആ ലക്ഷ്യങ്ങളെല്ലാം പാളിപ്പോവുകയും അതിന് പകരം തിരിച്ചടി ലഭിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ ഒരു നമ്മുടെ ഇന്ന് വെളുപ്പിനത്തെ ആക്ഷൻ വഴി. നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. ഓപ്പറേഷൻ സിന്ദൂർ, ഇതിലും നല്ല ഒരു പേര് നമ്മുടെ ഈ ഓപ്പറേഷൻസിന് കൊടുക്കാനാവില്ലായിരുന്നു. ആ നാമകരണത്തിന്റെ പിന്നിൽ ആരാണെങ്കിലും ആ ബുദ്ധിവൈഭവത്തെയും ആ ഒരു സ്ട്രാറ്റജിക് തിങ്കിങ്ങിനെയും പിന്നിൽ നമ്മുടെ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആ പേരിട്ടത്. അദ്ദേഹത്തിന്റെ മുന്നിൽ നമിക്കാതിരിക്കാൻ വയ്യ. ആ ഓപ്പറേഷന്റെ പേര്, സാധാരണ ഓപ്പറേഷൻസിന്റെ പേര് ഓപ്പറേഷണൽ ലെവലിലുള്ള ഹെഡ് ക്വാർട്ടേഴ്സിലൊക്കെയാണ് തീരുമാനിക്കാറ്. ഇത് പ്രധാനമന്ത്രി തന്നെ തീരുമാനിച്ചു, അതും ഇത്ര ഉചിതമായി പേരിട്ടു എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് ഒന്ന്. രണ്ടാമത്തത്, പാകിസ്ഥാൻ, ആരോ എന്നോട് ചോദിക്കുകയുണ്ടായി പാകിസ്ഥാൻ എങ്ങനെ ഇതിന് മറുപടി പറയുന്നു. പാകിസ്ഥാനും മറുപടി പറയാൻ സാധിക്കാത്ത ഒരു സ്റ്റേജിലാണ് നമ്മൾ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ UN സെക്യൂരിറ്റി കൗൺസിലിൽ പ്രഖ്യാപിച്ചിരുന്നു അവർ തന്നെ സ്വയം ഭീകരതയുടെ ഇരകളാണ്. ആ പറഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ അവരുടെ മണ്ണിൽ POKയിൽ 100 കിലോമീറ്റർ ഉള്ളിൽ പലയിടങ്ങളിലായിട്ടുള്ള ക്യാമ്പുകളാണ് ഇന്ന് രാവിലെ തകർക്കപ്പെട്ടത്. ഈ ക്യാമ്പുകൾ അവർ തന്നെ ഇരകളാണെങ്കിൽ എങ്ങനെ ഇത് വന്നു? അവര് ലോക ജനതയ്ക്ക് മുമ്പ് ഉത്തരം പറയേണ്ട ഒരു സിറ്റുവേഷനിലാണ് അവർ എത്തിച്ചിരിക്കുന്നത്. പിന്നെ എവിടെ പോയി ഒളിച്ചാലും അവർക്ക് രക്ഷയില്ലെന്ന് നമ്മുടെ പ്രധാനമന്ത്രി വളരെ ദൃഢമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. അത് ഇൻ ആക്ഷൻ കാണിക്കുകയാണ് നമ്മുടെ ആക്ഷൻസ് ഉള്ളത്. അത് വളരെ ഓപ്പറേഷൻ അതേ പ്രിസിഷനോട് കൂടിയാണ് ആ പത്രസമ്മേളനം നടന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. പറയൂ. ഇടയ്ക്കൊന്ന് തടസ്സപ്പെട്ടിരുന്നു ഓഡിയോ, അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത് സർ. ഓക്കെ, എനിക്ക് തുടരാമോ? അതോ തുടരാം. പറയൂ. 2 ധീര വനിതകളാണ് നമ്മുടെ സൈന്യത്തെ പ്രതിനിധീകരിച്ച് അവിടെ ആ പത്രസമ്മേളനം നടത്തിയത്. 2 പേരിനെ പേര് ശ്രദ്ധിച്ചാൽ കുറെ കൂടെ കാര്യങ്ങൾ വ്യക്തമാകും. മതേതര ഭാരതത്തിന്റെ പ്രതിനിധികളായിട്ടാണ് അവരവിടെ എത്തിയിരുന്നത്. അവരുടെ പേര് മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി, അതും നമുക്ക് മനസ്സിലാവും. അപ്പോ ഓപ്പറേഷന്റെ നാമകരണം തുടങ്ങി പത്രസമ്മേളനം വരെ എത്ര കൃത്യതയോടെയാണ്, എത്ര സൂക്ഷ്മ ദർശനത്തോടെ നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇന്നത്തെ ഇന്ത്യ. ഈ ഇന്ത്യയുടെ ശക്തി നമ്മൾ പലപ്പോഴും ഇസ്രായേൽ ആർമിയെ കുറിച്ച് പറയാറുണ്ട്, മൊസാദിനെ കുറിച്ച് പറയാറുണ്ട്, അവരുടെ കഴിവുകളെ കുറിച്ച് പറയാറുണ്ട്. ആ നിലയിൽ നമ്മൾ എത്തി നിൽക്കുകയാണെന്നാണ് ഇന്നത്തെ ഈ ഒരു ആക്ഷൻ കൊണ്ട് തന്നെ കാണിക്കാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം, പഹൽഗാമിന്റെ ഈ ഭീകരാക്രമണം
അതൊരു ഇന്റലിജൻസ് വീഴ്ചയാണെന്നൊക്കെ പല അഭിപ്രായങ്ങളും പലയിടത്തു നിന്നും കേട്ടിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ കടക്കുന്നില്ല. വീഴ്ചയായി ഉണ്ടായിരുന്നോ ഇല്ല എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അങ്ങനെ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഇന്റലിജൻസിന്റെ കൃത്യതയാണ് ഇന്നത്തെ ഈ ആക്ഷൻസിന്റെ പുറകിലുള്ളത്. അവര് അതിർത്തി പ്രദേശങ്ങളിലുള്ള ക്യാമ്പുകളൊക്കെ അവർ അഴിച്ചു മാറ്റിയിരുന്നു, ഡിസ്മാൻഡിൽ ചെയ്തിരുന്നു, പുറകോട്ട് കൊണ്ടുപോയിരുന്നു. അത് എവിടെ കൊണ്ടുപോയി, എവിടെയൊക്കെയാണ് ക്യാമ്പുകൾ, എവിടെയൊക്കെയാണ് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, വളരെ കൃത്യമായ ഇന്റലിജൻസോടുകൂടിയാണ് ഇന്നത്തെ ആക്ഷൻ നടന്നിരിക്കുന്നത്. ആ ഇന്റലിജൻസ് വൃത്തങ്ങളെയും ഞാൻ മനസ്സ് നിറഞ്ഞ് ശ്ലാഘിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ എല്ലാ വിധത്തിലും ഒന്ന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, രാജ്യതന്ത്രജ്ഞതയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. രണ്ട്, നമ്മുടെ സേന വളരെ കൃത്യമായിട്ടുള്ള ആക്ഷൻസ് ആണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇന്റലിജൻസ് അതും അങ്ങേയറ്റം മികവുറ്റതായിരുന്നു. അവസാനിപ്പിക്കുന്നത് നമ്മുടെ പത്രസമ്മേളനത്തിൽ. ആ പത്രസമ്മേളനത്തിൽ കണ്ട കാഴ്ചയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിൽ പരം ഒരു നല്ല പ്രദർശനം കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. കേരളം, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ മേജർ ജനറൽ ഇന്ദ്രബാലൻ കൂടി നമുക്കിപ്പം അതിഥിയായി ചേരുന്നുണ്ട്. ശ്രീ ഇന്ദ്രബാലൻ, നോക്കൂ, 14 ദിവസം കാത്തിരുന്നു, കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചു, ഇന്റലിജൻസ് വിവരങ്ങൾ എടുത്തു, ആ ഭീകരവാദികൾ പതുങ്ങിയിരുന്ന ഒളിച്ചിരുന്ന ക്യാമ്പുകൾ കണ്ടെത്തുന്നു. പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്കാണ്. ആ അറ്റാക്കിന് പേര് കൊടുക്കുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അത് കഴിഞ്ഞ് അതിന്റെ ബ്രീഫിംഗ് നോക്കൂ, 2 വനിതകൾ. അവിടെയും ഇതിലും വലിയൊരു സന്ദേശം, ഇതിലും വലിയൊരു മറുപടി, ഇതിലും വലിയൊരു തിരിച്ചടി കഴിയില്ല. അത്രയും പ്രിസൈസ് ആയ, സ്ട്രോങ് ആയ, ക്ലിയർ ആയ മെസ്സേജാണ് പാകിസ്ഥാന് ടെററിസ്റ്റുകൾക്ക് ഇന്ത്യ നൽകിയിട്ടുള്ളത്. യെസ്, ഇന്ത്യയുടെ മറുപടി ഈസ് നോട്ട് ജസ്റ്റ് മിലിറ്ററി മറുപടി. ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേരും +2 മിലിറ്ററി ഓഫീസേഴ്സ്, വിമൻ ഓഫീസേഴ്സ് ബ്രീഫിംഗ്, അതിലൊരു വലിയ മെസ്സേജ് ഉണ്ട്. എന്താ മെസ്സേജ്? ഇന്ത്യയുടെ പെൺകുട്ടികളും ഇന്ത്യയുടെ സ്ത്രീകളും, സ്ത്രീ ശക്തിയും നാരി ശക്തിയും എല്ലാവരും ഈ ഭീകരവാദിയുടെ ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡിയാണ്. വി വിൽ നോട്ട് ബോ ഡൗൺ, വിൽ ബി കറേജിയസ്, വിൽ നോട്ട് ബി ടെററൈസ്ഡ്. അത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് ത്രൂ നാരി ശക്തി. ദാറ്റ് മെസ്സേജ് will come to Pakistan as India's strength of unity, as India's power of being together. കേണൽ രാജീവ് മണ്ണലി, ഇപ്പം ഈ ഇന്നത്തെ നമ്മുടെ ബ്രീഫിംഗ് നോക്കൂ. എന്തുകൊണ്ടാണ് 9 പോയിന്റുകൾ നമ്മൾ തെരഞ്ഞെടുത്തത്? അത് ആരുടെയൊക്കെ ക്യാമ്പുകളാണ്, ഏതൊക്കെ കാലഘട്ടത്തിൽ? ഇപ്പോൾ 2008 മുംബൈയിലെ ഭീകരാക്രമണത്തിൽ അജ്മൽ കസബിനും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്കും പരിശീലനം നൽകിയ ക്യാമ്പ്, ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം, അങ്ങനെ എണ്ണി തെരഞ്ഞെടുത്ത ക്യാമ്പുകളാണ്. ഇനി എന്ത് പറഞ്ഞാണ് പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയുക? ഇന്ത്യ ഞങ്ങളുടെ മണ്ണിൽ കയറി ഞങ്ങളെ ആക്രമിച്ചു എന്ന വ്യാജ വാർത്തകൾ, ഞങ്ങൾ അവരുടെ റഫാൽ വെടിവെച്ചു വിട്ടുന്നൊക്കെ വ്യാജ വാർത്തകൾ രാവിലെ കണ്ടു. പക്ഷേ എന്ത് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയും? ഗത്യന്തരമില്ലാതെയല്ലേ നിങ്ങൾ നിർത്തിയാൽ ഞങ്ങൾ തിരിച്ചടിക്കില്ല എന്ന് പറഞ്ഞത് പാകിസ്ഥാൻ ഇപ്പോൾ? തീർച്ചയായും പാകിസ്ഥാന് ഒന്നും പറയാൻ പറ്റാത്ത, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു നിസ്സഹായ അവസ്ഥയിലാണ് നമ്മൾ കൊണ്ടുവന്ന് എത്തിച്ചത്. ഒരൊറ്റ ഓപ്പറേഷൻ സിന്ദൂർ 25 മിനിറ്റ് നീണ്ടു നിന്ന ഓപ്പറേഷൻ കൊണ്ട് പാകിസ്ഥാനെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ നിർത്തേണ്ടടുത്ത് നിർത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. അവരുടെ എല്ലാ കള്ളത്തരങ്ങളും വെളിച്ചത്തായിരിക്കുന്നു. അതുപോലെ തന്നെ ഭീകരരുടെ ക്യാമ്പുകളല്ല നമ്മൾ ആക്രമിച്ചിരിക്കുന്നത്. 3 ഭീകര സംഘടനകളുടെ, അവരുടെ പ്രമുഖ ഭീകര സംഘടനകളുടെ, അവര് നട്ടു വളർത്തിയ ആ ഭീകര സംഘടനകൾക്ക് 3 പേർക്കും ഒരേപോലെ ഒരേ നാണയത്തിൽ ആണ് തിരിച്ചടി കൊടുത്തിരിക്കുന്നത്. ഈ ഭീകര സംഘടനകൾ ഇനി ഇങ്ങോട്ട് പ്രവേശിക്കാൻ ശ്രമിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അവർക്ക് കിട്ടേണ്ടത് കിട്ടിയിരിക്കുന്നു. അവരവരുടെ സുരക്ഷ നോക്കി പോകുന്നതായിരിക്കും ഭേദമെന്നുള്ള ഒരു മെസ്സേജ് കൂടെയാണ് ഈ ഒരു തിരിച്ചടിയിൽ കൂടെ ഭാരതം നൽകിയിരിക്കുന്നത്. മേജർ ജനറൽ ഇന്ദ്രബാലൻ, എപ്പോഴും ഇന്ത്യ സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ, നയതന്ത്രത്തിന്റെ ഭാഷയാണ് സംസാരിക്കാറുള്ളത്. പലപ്പോഴും അതിർത്തിയിൽ പാകിസ്ഥാനിലെ പ്രകോപനങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ അപ്പോഴും നയതന്ത്രത്തിന്റെ ഭാഷ വിട്ട് പെരുമാറാറില്ല, ആ മര്യാദ ലംഘിക്കാറില്ല രാജ്യം. അതൊരു പക്ഷെ നമ്മുടെ ബലഹീനതയായി പലപ്പോഴും കണക്കാക്കപ്പെടാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഞങ്ങളുടെ മര്യാദ പാലിക്കുകയാണ്. ഇനി നിങ്ങൾ ഞങ്ങളുടെ മണ്ണിൽ കയറിയാൽ, ഞങ്ങൾക്ക് നേരെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ, ആലോചിച്ചാൽ പോലും തിരിച്ചടിക്കും. ആ ഒരു ഭയം പാകിസ്ഥാന് നൽകാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ലേ? യെസ്, ഡെഫിനറ്റ്ലി. ഇതിൽ എന്താ നോക്കേണ്ടത്? മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആക്ഷൻ ഇന്ത്യ എടുത്തത് എന്താണ്?
ഈ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത് വെറും POK അല്ല. ഇറ്റ് ഈസ് നോട്ട് അക്രോസ് LOC. We have gone 100 kilometers inside the international border. പാകിസ്ഥാനുടെ ഹാർട്ട്ലാൻഡിൽ പോയിട്ടാണ് അടിച്ചെടുക്കുന്നത്. ബഹാവൽപൂർ ഈസ് നിയർ എ മിലിറ്ററി ബേസ് ക്യാമ്പ് ഓഫ് പാകിസ്ഥാൻ. ബഹാവൽപൂർ ഈ പഞ്ചാബിന്റെ ഒരു മേജർ സിറ്റിയാണ്. ബഹാവൽപൂർ ഈസ് അഗ്രികൾച്ചറൽ സെന്റർ ഓഫ് പാകിസ്ഥാൻ. ഇതൊക്കെ വെച്ച് നോക്കും. പ്ലസ് ഇറ്റ് ഈസ് എ മിലിറ്റൻസി സെന്റർ. ഇത് ഫസ്റ്റ് ടൈം ആണ് ഇൻ ദി ഹിസ്റ്ററി ദാറ്റ് ഇന്ത്യ ഹാസ് ഗോൺ ആൻഡ് ഹിറ്റ് ആഫ്റ്റർ 71 വാർ ഇൻ ടു പാകിസ്ഥാൻ. ഇത്ര ഡീപ്പായി പോയി അടിക്കുന്നത്. ഈ മെസ്സേജ് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിട്ടില്ല. They never expected this strike to happen in the hinterland of Pakistan. അതേപോലെ even in Mudrike, which is 18 kilometers inside international border, നമ്മൾ പോയിട്ട് ടെറർ ഔട്ട്ലെറ്റിനെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് these two targets conveys എന്ത് മെസ്സേജ്? India is ready to go to any extent to dismantle Pakistan terror network. പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്ന ടെറർ കമാൻഡ് സ്ട്രക്ചർ, പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്ന ടെറർ ഇൻഫ്രാസ്ട്രക്ചർ എവിടെ ആയാലും നാളെ ഇങ്ങനത്തെ ഒരു ടെറർ ഔട്ട്ഫിറ്റ് ചിലപ്പോൾ കറാച്ചിയിൽ കിട്ടിയാൽ അല്ലെങ്കിൽ ഇസ്ലാമാബാദ് കിട്ടിയാൽ അവിടെ അടിക്കാനൊന്നും റെഡിയാണ്. ആ മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത്. സോ പാകിസ്ഥാൻ എങ്ങനെ ഇതിനെ റിയാക്ട് ചെയ്യും അവർക്ക് തന്നെ അറിയില്ല. ദർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് പാരലിസിസ്, ദർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ, ദർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ലോസ് ഓഫ് തോട്ട് പ്രോസസ്. ഇതിനെ എപ്പോഴും റിയാക്ട് ചെയ്യാൻ പറ്റും, അവർക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റുമായിട്ട്. അത് മാത്രമല്ല, ഈ അറ്റാക്ക് ഓൺ ബഹാവൽപൂർ also conveys that should Pakistan escalate in any manner, whether other unconventional ആയാലും conventional ആയാലും, we will be ready for preemptive strike ആണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ മിലിറ്ററി. സോ ഇതിൽ രണ്ട് മെസ്സേജ് ഉണ്ട്. ഡിപ്ലോമാറ്റിക് മെസ്സേജ് because there was the foreign secretary there, and military message because there were military spokesperson there. രണ്ടും വെച്ച് നമ്മൾ എന്താ പറയുന്നത്? should Pakistan take any action beyond this to escalate the matter in any manner, നമ്മൾ preemptive strike ചെയ്യാൻ റെഡിയാണ്. തുറൽ അടി to be taking the initiative to strike. So അത് ആ മെസ്സേജ് is the message Pakistan did not expect. They will wonder what to do. Let us wait and watch. കേണൽ രാജീവ് മണ്ഡലി, ഈ പഹൽഗാമിലെ ആക്രമണത്തിൽ ഈ ഭീകരവാദികൾ സാധാരണക്കാരെ മാത്രമല്ല ലക്ഷ്യമിട്ടത്. അവർ മതം ചോദിച്ച് ആളുകളെ കൊന്നൊടുക്കിയപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തിന് നേരെ കൂടിയാണ് അവർ ആക്രമണം നടത്തിയത്. അതിനെ ആദ്യം ആരതിയും ആസിഫും പ്രതിരോധിച്ചു. അത് കഴിഞ്ഞ് കൃത്യമായ ഭാഷയിൽ നമ്മൾ മറുപടി നൽകുകയാണ് ഇന്ന്. അതെ, പാകിസ്ഥാന് ഈ പഹൽഗാം ആക്രമണത്തിൽ, ഭീകരാക്രമണത്തിൽ കൂടി പല ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. മതം നോക്കി ഈ ഹത്യ നടത്തിയപ്പോൾ അവർ ഒരുപക്ഷെ ധരിച്ചിരുന്നത് കാശ്മീരിലെ ജനത അവരെ സപ്പോർട്ട് ചെയ്യുന്നു, അതുപോലെ കാശ്മീരിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു, ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലും കലാപങ്ങൾ, വർഗീയ കലാപങ്ങൾ ഉണ്ടാകും എന്നൊക്കെ അവർ തെറ്റിദ്ധരിച്ചു പോയി. എന്നാൽ അവർ കാണുന്നത് ആദ്യമേ അവർക്ക് മനസ്സിലാകേണ്ടിയിരുന്നു, കാശ്മീർ ജനത ഇൻക്ലൂഡിങ് അവരുടെ പൊളിറ്റിക്കൽ ലൈനപ്പ്, ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും എല്ലാവരും ഒരേ ശബ്ദത്തിലാണ് സംസാരിച്ചത്, അപലപിച്ചത് ഈ ഭീകരാക്രമണത്തെ. അതൊന്ന്. രണ്ടാമത്തത്, അവർ കരുതിയിരുന്നത് കാശ്മീരിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ പ്രവാഹം നിൽക്കും, അങ്ങനെ ഇക്കണോമിക് ബോട്ടിൽ നെക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അതും നടന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ വസ്തുത പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. ഈ ഭീകരാക്രമണം നടന്ന് ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും വിനോദസഞ്ചാരികൾ കാശ്മീരിൽ പോകുന്ന കാഴ്ച, പഹൽഗാമിൽ തന്നെ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവരുടെ ഉദ്ദേശങ്ങളൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോ ഇന്റർനാഷണലി ഒരു മുഖം കാണിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാ ഉദ്ദേശങ്ങളും ഫലിച്ചില്ല, മാത്രമല്ല ആവശ്യമില്ലാതെ നല്ലൊരു തൊട്ട് കിട്ടുകയും ചെയ്തു. ആ സ്റ്റേജിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ. ഇനി എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കിക്കാണാം. മേജർ ജനറൽ ഇന്ദ്രപാലൻ, ഇനി പാകിസ്ഥാൻ എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. കാരണം അവിടുത്തെ പാകിസ്ഥാൻ സൈനിക മേധാവിയൊക്കെ ഒരു തരത്തിലും
ഏതറ്റം വരെയും പോകാൻ കഴിയുന്ന വ്യക്തിയാണ് എന്ന് പല പ്രസ്താവനകളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. അത് പാകിസ്ഥാന് വിടാം. അതല്ല, മറ്റൊരു കാര്യം, ഇന്നിപ്പം നമ്മുടെ ബ്രീഫിംഗ് ശ്രദ്ധിച്ചാൽ ഈ 9 പോയിന്റുകൾ എന്തുകൊണ്ട് ഇത് ഭീകരവാദ കേന്ദ്രങ്ങളാണെന്ന് വെറുതെ അങ്ങ് പറഞ്ഞു പോവുകയല്ല, ഏതൊക്കെ ഭീകരാക്രമണത്തിൽ പരിശീലനം കൊടുത്ത ക്യാമ്പുകളാണ് എന്ന് എണ്ണി പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ട് ഇന്ത്യ തിരിച്ചടിച്ചു എന്നതിന് മാത്രമല്ല, അന്താരാഷ്ട്ര സമൂഹത്തിന്, പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്ക് പോലുമുള്ള ഒരു മറുപടിയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ ആക്രമണം നടത്തിയത്, എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ വേണ്ടി വന്നു ഇന്ത്യക്ക് എന്നുള്ളതിന് കൃത്യമായൊരു ബ്രീഫിംഗ് കൂടിയായിരുന്നു അത്. യെസ്, ബ്രീഫിംഗ് നമ്മുടെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരുന്നു. ആ ബ്രീഫിംഗ് വാസ് അഡ്രസ്സിംഗ് ബോത്ത് ദി ഇന്ത്യ, ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, പീപ്പിൾ ഓഫ് പാകിസ്ഥാൻ ആൻഡ് ദി ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി. എല്ലാവരെയും അഡ്രസ് ചെയ്തിട്ട് with a convincing briefing. എങ്ങനെ we have said നമുക്ക് intelligence dossiers ഉണ്ട്. ആ dossiersന്റെ we have intelligence inputs, corroborated intelligence inputs. ഏതൊക്കെ? from satellite imageries, from geospatial location sharing that we have inside Pakistan, from other sources of വേറെ കൺട്രീസിന്റെ സോഴ്സസ് എല്ലാം നമ്മൾ കൂടെ കൊണ്ടുവന്നിട്ട് ഒരു ഡോസിയർ ഉണ്ടാക്കിയിട്ടാണ് we have gone. ഈ 14 days പോയിട്ട് we have shown that dossier to different nations to take them on board. അത് വെച്ചിട്ടാണ് നമ്മൾ പ്രിസൈസ് ആയിട്ട് ഇത് സ്ട്രൈക്ക് ചെയ്തെടുക്കുന്നത്. സോ അത് കാരണം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇന്ത്യക്ക് സപ്പോർട്ട് ഉണ്ട്. ഇറ്റ് ഈസ് വെരി എവിഡന്റ് ഫ്രം സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ഹസ് കം ഫ്രം USA, ഫ്രം USSR, ഇൻക്ലൂഡിംഗ് the statement from China that has come. എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? That they don't support terrorism and they want peace to prevail. They have not condemned India's attack. They have not said they will support Pakistan. ഇതൊക്കെ നോക്കുമ്പോൾ ഈ 14 ഡേയ്സിലെ ഇന്ത്യ ചെയ്ത പ്രിപ്പറേഷൻ, ഡിപ്ലോമാറ്റിക് പ്രിപ്പറേഷൻ, മിലിറ്ററി പ്രിപ്പറേഷൻ, ഇന്റലിജൻസ് പ്രിപ്പറേഷൻ ആൻഡ് പ്രിപ്പയറിംഗ് ദ നേഷൻ, ഇതെല്ലാം അവർ ആലോചിച്ചിട്ട് ഒരു കാലിബ്രേറ്റഡ് അറ്റാക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് വി ക്യാൻ സീ. ഹൗവർ, കൊടുക്കോ ഇല്ലയോ, whether they retaliate or not, it is not very difficult to assess. Definitely they will retaliate is in my understanding. Edukka, because that is what Pakistan's survival reason is. Reason the threat to survive for Pakistan army. അവരുടെ ഫണ്ടമെന്റൽ ഫോഴ്സസ് ആണ് പാകിസ്ഥാൻ ആർമിയെ കൺട്രോൾ ചെയ്യുന്നത്, ആൻഡ് പാകിസ്ഥാൻ ആർമിയാണ് പാകിസ്ഥാനെ കൺട്രോൾ ചെയ്യുന്നത്. അത് കാരണം ഈ ഫണ്ടമെന്റൽ ഫോഴ്സസ് അവർ ഡെഫിനറ്റ്ലി പാകിസ്ഥാൻ ആർമിയുടെ പ്രഷർ ഇടും ടു റീറ്റാലിയേറ്റ് ഇൻ സം ഫോം ഓർ ദി അതർ. അവർ റീറ്റാലിയേറ്റ് ചെയ്യാതിരിക്കാൻ പോണില്ല. സംതിങ് ദേ വിൽ ഡു. വി കൻ, അത് എന്തായിരിക്കും അത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. കേണൽ രാജീവ് മണ്ഡലി, ഇപ്പം ഇന്നൊക്കെ പാകിസ്ഥാൻ മന്ത്രിമാർ ആവർത്തിച്ച് വിദേശ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകുമ്പോൾ ഞങ്ങൾ ഭീകരവാദത്തിനെതിരെ പോരാടുന്ന രാജ്യമാണെന്ന് ഇങ്ങനെ പറയുകയാണ് വാർത്താവിനിമയ മന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ. അപ്പൊ തിരിച്ച് വിദേശ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് പാകിസ്ഥാനുള്ള ഫണ്ടിങ് നിർത്തേണ്ടി വന്നത്, നിങ്ങൾ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ മറുപടിയില്ല. ഈ ഒരു പഹൽഗാമിന് ശേഷം 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് വിലപിക്കുന്ന പ്രതിരോധ മന്ത്രിയൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഞാൻ താങ്കൾക്ക് കൃത്യമായ ഒരു പക്ഷേ ഇന്ത്യ പാക് യുദ്ധങ്ങളുടെ ഇൻസൈഡ് ഇൻഫർമേഷൻ പോലും അറിയുന്നുണ്ടാകും. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ 71 ശേഷം ആദ്യമായിട്ടാണ് പാകിസ്ഥാനിൽ കയറി ഇന്ത്യയുടെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ ഭയന്നിരുന്നു. അതുകൊണ്ടായിരുന്നു ഈ മുറവിളികളൊക്കെ നമ്മൾ കേട്ടത്. ഇങ്ങനൊരു തിരിച്ചടി അവർ ഒരു വിധത്തിലും പ്രതീക്ഷിച്ചു കാണില്ല. ഇതിപ്പോ സൈനിക നടപടി എന്നുള്ളതിന് ഉപരി ഒരു രാജ്യതന്ത്രജ്ഞതയുടെയും സ്ട്രാറ്റജിക് തോട്ടിന്റെയും ആ തോട്ടിന്റെ ആപ്ലിക്കേഷനും ഒക്കെയാണ് നമ്മളിവിടെ കണ്ടത്. വെറും ഒരു സൈനിക നടപടിയല്ല. പ്രധാനമന്ത്രി ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് സെക്യൂരിറ്റി ഒക്കെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം സൈന്യത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോഴും അത് കേട്ട് നമ്മൾക്കറിയാമായിരുന്നു എന്തോ കാര്യമായിട്ട് തീരുമാനിച്ചുറച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം സൈന്യത്തിന് ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നു. ഒരു വളരെ തന്ത്രശാലിയായ രാജ്യതന്ത്രജ്ഞത എന്താണെന്ന് അറിയാവുന്ന വാക്കുകളായിരുന്നു. ആ വാക്കുകളെങ്കിലും പാകിസ്ഥാനെ എന്താണ് വരുന്നതെന്നുള്ളത് ഊഹിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഊഹിക്കേണ്ടിയിരുന്നു. അത് അവർ ചെയ്തിട്ടില്ല. അവരിപ്പൊ മനസ്സിലാക്കുകയും ഇപ്പൊ അവര് ഞങ്ങള് സന്ധി സംഭാഷണത്തിന് തയ്യാറാണ്, നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് പേടി കൊണ്ടാണ്. അവര് അക്ഷരാർത്ഥത്തിൽ വിറച്ചു പോയിരിക്കുന്നു. അവർ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അവർ 48 മണിക്കൂർ അവരുടെ വിലാപങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു. അവരുദ്ദേശിച്ചത്
നമ്മൾ അവരുടെ അതിർത്തി ക്രോസ് ചെയ്യും, എയർ സ്പേസ് വയലേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് സ്ട്രൈക്ക്, ഈവൻ ന്യൂക്ലിയർ അറ്റാക്ക് അവർക്ക് തുടങ്ങി വെക്കാമെന്നൊക്കെയുള്ള ധാരണകളായിരിക്കും ഉണ്ടായിരുന്നത്. അതൊന്നും ഫലവത്താകാതെ പോയി. ഇപ്പോ ദേ സ്റ്റാൻഡ് എക്സ്പോസ്ഡ് ബിഫോർ ദ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി. 2 ദിവസം മുമ്പേ UN സെക്യൂരിറ്റി കൗൺസിൽ അവര് ടെററുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല, അവർ തന്നെ അതിന്റെ ഇരകളാണെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് 2 ദിവസത്തിനുള്ളിൽ ഇങ്ങനൊരു പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് അവരൊരിക്കലും കരുതിയിട്ടുണ്ടാവില്ല. അവർ വളരെയധികം ആലോചിക്കേണ്ടിയിരിക്കുന്നു, കുറേയും കൂടെ സ്ട്രാറ്റജിക് ആയിട്ട് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഇതിനൊരു മറുപടി ഉണ്ടെങ്കിൽ, ആ മറുപടിക്ക് അവർ തയ്യാറാകുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കണം എന്ന് അവർ കുറച്ച് നാളെങ്കിലും കുറച്ച് ഗൗരവമായിട്ട് ആലോചിക്കേണ്ടി വരും. എടുത്തു ചാടി ഒന്നും അവർ ചെയ്യാൻ മുതിരില്ല, അതിനുള്ള ശേഷി അവർക്കില്ല എന്നവർ തന്നെ കാണിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. മേജർ ജനറൽ ഇന്ദ്രബാലൻ, താങ്കൾക്ക് പോകാൻ സമയമായി എന്നറിയാം. അവസാനമായി, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആളുകൾ സംസാരിക്കുന്നത് കേണൽ സോഫിയ ഖുറേഷിയെ കുറിച്ചാണ്. ഒരു മതേതര രാജ്യം, ഒരു മതേതര രാജ്യമായ ഇന്ത്യ ഒരു മതരാഷ്ട്രത്തിന് മറുപടി നൽകുമ്പോൾ മുന്നിൽ നിർത്തിയത് ആരെയാണെന്ന് നോക്കൂ. കേണൽ സോഫിയ ഖുറേഷി ഗുജറാത്തുകാരിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പിതാവിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ സൈന്യത്തിന് മതമൂല്യങ്ങളെ കുറിച്ചൊക്കെ ക്ലാസ് കൂടെ എടുത്തിരിക്കുന്ന ആളാണ്. ഭർത്താവിന്റെ പേര് താജുദ്ദീൻ ഖുറേഷിയാണ്. അങ്ങനെ ഒരു മതേതര രാജ്യത്തിന്റെ കൃത്യമായ മറുപടിയാണ് ഒരു മതരാഷ്ട്രത്തിന്. യെസ്, അബ്സല്യൂട്ട്ലി റൈറ്റ്. ഈ ലെഫ്റ്റനന്റ് കേണൽ ഖുറേഷിയുടെ അവിടെ പൊസിഷനിങ് ഇത് ക്ലിയർ ഇൻഡിക്കേഷൻ, നമ്മൾ ഇന്ത്യയുടെ യൂണിറ്റിയുടെ ഒരു ഇൻഡിക്കേഷൻ ആണ്. ദാറ്റ് ദി എൻറ്റയർ സിറ്റിസൺ ഓഫ് ഇന്ത്യ, എവറി സിംഗിൾ പാസ്പോർട്ട് ഹോൾഡർ ഓഫ് ഇന്ത്യ, എവറി സിംഗിൾ വോട്ടർ കാർഡ് ഹോൾഡർ ഓഫ് ഇന്ത്യ, നമ്മുടെ എല്ലാവരും ഇന്ത്യയുടെ ഭാഗമാണ്. We stand together. അത് മാത്രമല്ല, ഈവൻ 1999 ഞാൻ കാർഗിൽ യുദ്ധത്തിലാവുമ്പോൾ I have fought the war with JNK Light Infantry. ആ JNK Light Infantryയിലെ almost 80%, 70-80% അവിടുത്തെ soldiers, they are from Jammu and Kashmir. അതിൽ കുറെ Muslims soldiers ഉണ്ട്. They have fought Pakistan like anything. They have fought Pakistan ferociously and defeated them. 71 warla, 65 warla. We have large number of battalions which have Muslim majority. Avarum poite Pakistan fight cheyunnundu. We have good number of Muslim officers who have won India's prestigious awards, gallantry awards, win cheyida kore berunda who have got awards from India for sacrificing their lives, the supreme sacrifice during the war. Adellam vechu nokkumbo ee message being given by Qureshi pushing there is India being together as a nation, irrespective of the faith. നമ്മുടെ faith എന്തായാലും നമ്മൾ കൂടെ നിൽക്കും. We will fight Pakistan terror together. ആ മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത്. And that message will go strongly to the international community as India is a secular nation which is here to fight terror and not to fight a faith. വളരെയധികം നന്ദി മേജർ ജനറൽ ഇന്ദ്രബാലൻ, നമുക്കൊപ്പം അതിഥിയായി ചേർന്നതിന് വളരെയധികം നന്ദി. കേണൽ രാജീവ് മണൽ, ഇതാ ഇപ്പോൾ ഹിമാൻഷി ഹൃദയം തകർന്ന് ഇരിക്കുന്ന ഭർത്താവിന്റെ ചേതനയേറ്റ ശരീരത്തിന് മുന്നിൽ ഇരിക്കുന്ന ആ ഹിമാൻഷിയുടെ ചിത്രം നമ്മൾ ആരും മറന്നിട്ടില്ല. ഇപ്പോൾ ഹിമാൻഷിയുടെ പ്രതികരണം വരുന്നുണ്ട്. പുരുഷന്മാരെ തെരഞ്ഞു പിടിച്ച് അവരുടെ മതം ചോദിച്ചാണ് ആ ഭീകരവാദികൾ ആക്രമണം നടത്തിയത്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേര് കേട്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി എന്നാണ് ഹിമാൻഷി പറയുന്നത്. ഹിമാൻഷിക്ക് മാത്രമല്ല, ഇത് ആ ഇമേജസ് കണ്ടിട്ടുള്ള നമുക്കെല്ലാവർക്കും ഇന്നത്തെ ഈ പ്രത്യാക്രമണത്തിന്റെ ഇമേജസ് കണ്ടിട്ടുള്ളവർക്കും എല്ലാവർക്കും കണ്ണ് നിറയാതിരിക്കാൻ സാധ്യമല്ല എന്ന് ഞാൻ കരുതുന്നു. ഹിമാൻഷിയെ പോലെ ഇവിടെ കാലത്ത് ഏതൊരു ചാനലിൽ ഞാൻ കാണുകയുണ്ടായി, ആതിര സ്വന്തം പിതാവിന്റെ ദാരുണാന്ത്യം കാണേണ്ടി വന്ന ഹതഭാഗ്യ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്. ആ പേരിന്റെ അർത്ഥവത്തായ ആ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേരിന്റെ അതിന്റെ ഒരു ആ വ്യാപ്തിയും നമ്മുടെ സൈന്യം ചെയ്ത തിരിച്ചടിയും ഒരു തികഞ്ഞ നീതി അവർക്ക് ലഭിച്ചിരിക്കുന്നു എന്ന ബോധ്യമാണ് അവരിൽ ഉളവാക്കിയതെന്ന് അവർ പറയുന്നത് ഞാൻ കാണുകയുണ്ടായി. സത്യമാണ്. ഇത്രയും വ്യക്തമായ ഒരു മറുപടി ഭാരതത്തിന് കൊടുക്കാൻ കഴിയും എന്ന് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി നോക്കിക്കണ്ട് മനസ്സിലാക്കുകയാണ്. ഇതുവരെ ഇസ്രായേൽ ആയിരുന്നു ഈ വക പ്രത്യാക്രമണങ്ങൾക്ക് ഏറ്റവും മികച്ചത്
അല്ലെങ്കിൽ അവരുടെ ഒരു കുത്തകയായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. ഇന്ന് ആ സ്ഥാനത്തേക്ക് ഇസ്രായേലുമായിട്ട് മത്സരിക്കുന്ന ഒരു ഇന്ത്യൻ സേനയാണ് നമ്മൾ കാണുന്നത്. എൻഡബി എയർപോർട്ടിൽ അവർ ഇസ്രായേൽ വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്തിരുന്നു, എന്ത് ചെയ്തു ലോകത്തെ കാണിച്ചു, അതിനെ വെല്ലുന്ന ഒരു പ്രകടനം. ഞാൻ ആ വേർഡ് പ്രകടനം എന്നുള്ളത് വളരെ ആലോചിച്ച് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. ഇതൊരു പ്രകടനമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. ഒരു മിലിറ്ററി ആക്ഷൻ ഒരു പ്രകടനം എങ്ങനെയായി മാറാം, അത് തമ്മിലുള്ള ബന്ധം എന്താണ്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. കേണൽ, ഞാൻ ചോദിക്കാൻ വന്നത് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആദ്യത്തെ ഒരു ഒഫീഷ്യൽ റെസ്പോൺസ് ആണ് വരുന്നത്. സൈന്യത്തിന് ചുമതല നൽകിയിരിക്കുകയാണ് അവർ തിരിച്ചടിക്കാൻ. പ്രതീക്ഷിച്ചിരുന്നതാണോ ഇത്? സൈന്യത്തിന് ഇതൊരു പുതിയ കാര്യമൊന്നുമല്ലല്ലോ. സൈന്യം ആണല്ലോ ഇതിന്റെ പിന്നിലുള്ളത്. പിന്നെ എന്ത് ചുമതലയാണ് ഇപ്പൊ അധികമായിട്ട് ഇപ്പൊ നൽകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊരു ഒരു പുകമറ സൃഷ്ടിക്കുക, സൈന്യത്തിന് വേറൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് സൈന്യത്തിന് വിട്ടിരിക്കുന്നു എന്ന് പറയുക. അതിന്റെ പുറകിൽ കൂടി അവരുടെ ഡിപ്ലോമാറ്റിക് ചാനൽസ് വർക്ക് ചെയ്യുന്നുണ്ടാവും. ലോകരാഷ്ട്രങ്ങളെ സ്വാധീനിക്കാൻ എങ്ങനെയെങ്കിലും ഇടപെട്ട് ഇത് എസ്കലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള സ്വാധീനം അവർ ചെയ്യുന്നുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ അല്ലാതെ വരാൻ ന്യായമില്ല. കാരണം അവർക്ക് പിടിച്ചു നിൽക്കാനാവില്ല. അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് പാകിസ്ഥാനിലെ സേനാ വിഭാഗത്തിനാണ്. പിന്നെ അവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ തരുണത്തിലെങ്കിലും ഒന്ന് ബലൂചിസ്ഥാൻ, അവിടെ എന്ത് നടക്കുന്നു എന്ന് അവർ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസം തന്നെ ഒരു 13 സൈനികരെ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവിടെ ഒരു പടക്കളമായി മാറാനും അവിടെ ഒരു ലിബറേഷൻ അനൗൺസ്മെന്റ് ഉണ്ടാകാനും ഉള്ള സാധ്യതയാണ് പാകിസ്ഥാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ താലിബാൻ അവരുടെ നോർത്തേൺ സൈഡിൽ എന്ത് ചെയ്യുന്നു അതും അവർ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഈ POKയിൽ തന്നെ എന്താണ് റിയാക്ഷൻ, അവിടെ അവര് ഇന്ത്യയുമായിട്ട് ചേരണം എന്ന് മുറവിളികൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതൊരു കലാപമായിട്ട് പൊട്ടി പുറപ്പെടാതിരിക്കാൻ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ ആദ്യം ഡൊമസ്റ്റിക് മാറ്റേഴ്സ് ഒരു ഓർഡറിൽ കൊണ്ടുവരികയാണ് അവർ ചെയ്യേണ്ടത്. അവർക്ക് എന്താണ് ചെയ്യുന്നതെന്ന് ബോധ്യമുണ്ടെങ്കിൽ. ഈ പറയാൻ വേണ്ടി പലതും പറയാമെങ്കിലും അവർക്ക് ഇതിനൊന്നുള്ള കഴിവില്ല. സൈന്യത്തിന് തിരിച്ചടിക്കാനുള്ള കഴിവില്ല. ആണവായുധം എന്ന പേപ്പർ ടൈഗറിനെ കാണിച്ച് പേടിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അത് നടക്കില്ലെന്നുള്ളത് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ടാകാം. ഇതൊക്കെ അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വെറുതെ അവരുടെയും ബാക്കിയുള്ളവരുടെയും സമയം കളയുകയാണ്, ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങൾ ഇടപെടും എന്നുള്ള ധാരണയിലായിരിക്കണം അവർ ഈ ഒച്ചപ്പാടുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഇതിൽ വലിയ കാര്യമൊന്നും. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ നമുക്കൊപ്പം കേണൽ എസ് ഡിന്നി കൂടി അതിഥിയായി ചേരുന്നുണ്ട്. കേണൽ ഡിന്നി, അല്പസമയം മുൻപാണ് ജെയ്ഷെ തലവൻ മസൂദ് അസറിന്റെ ഒരു പ്രതികരണം, ഒരു പ്രസ് റിലീസ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന്റെ 10 കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു, അദ്ദേഹത്തിന്റെ 4 അനുയായികൾ കൊല്ലപ്പെട്ടു ഇന്ത്യയുടെ ആക്രമണത്തിൽ എന്ന് ആ പ്രസ് റിലീസിൽ പറയുന്നുണ്ട്. അപ്പൊ കൃത്യമായി ടാർഗറ്റിൽ ഇന്ത്യ എന്താണോ ലക്ഷ്യം വെച്ചത് ആ ടാർഗറ്റിൽ തന്നെയാണ് പോയി വീണത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ചോളം ഇതൊരു ഓപ്പറേഷൻ മുൻകാലങ്ങളൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു ഓപ്പറേഷനാണ്. കാരണം ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു അസാസിനേഷൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കാരണം ഭീകരവാദികളെ തെരഞ്ഞെടുത്ത് അവരെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് മുൻകാലങ്ങളിൽ അങ്ങനെ ഒരു ഓപ്പറേഷൻ നമ്മൾ ലാൻഡ് ഓപ്പറേഷൻസ് ഒക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് ആർമിയുടെ ബേസ്ഡ് ആയിട്ട്. പക്ഷേ ഇതുപോലത്തെ ഇത്രയും 100 കിലോമീറ്ററോളം ഇന്റർനാഷണൽ ബോർഡറിൽ നിന്ന് ദൂരെയുള്ള ഒരു ടാർഗറ്റിനെ ഇത്രയും കൃത്യമായിട്ട് പ്രിസൈസ് ആയിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുള്ള ചരിത്രം മുന്നിലില്ല. അത് ഇപ്പം ഇവർക്ക് അവരുടെ സ്വന്തക്കാര് മരിക്കുമ്പം അവർക്ക് നോവും. അപ്പൊ അതേപോലെ തന്നെയാണ് ഭാരതത്തിന്റെ ഉള്ളിൽ 26 പേരെയും അതിനു മുൻപ് എത്രയോ പേരെ ഇങ്ങനെ ബോംബാക്രമണത്തിലും മറ്റതിലൊക്കെ അവർക്ക് ആളുകളെ ഇങ്ങനെ പറഞ്ഞു വിട്ട് ഇവിടെ കൊലയും നടത്തുമ്പം ഇപ്പൊ സ്വന്തം വീട്ടിലും സ്വന്തക്കാര് അവർക്ക് ഇല്ലാതാവുമ്പോഴാണ് ആ വേദന മനസ്സിലാവുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഇപ്പം ഇനി ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒരു മുന്നറിയിപ്പാണ്. കാരണം ഭാരതം ഒരിക്കലും ആരെയും അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും ഭാരതത്തിന്റെ ആളുകളെ സംരക്ഷിക്കാനും ഭാരതത്തിന് സ്വന്തം സുരക്ഷ നിലനിർത്താൻ വേണ്ടി ഏത് നടപടിയാണോ സ്വീകരിക്കേണ്ടുള്ളത് ആ നടപടി സ്വീകരിക്കും എന്നുള്ള നിലയിലേക്കാണ് ഇന്ന് ഭാരതം നിൽക്കുന്നത്. അതിന് 100 കിലോമീറ്റർ ഉള്ളിലായാലും ശരി, 200 കിലോമീറ്റർ ഉള്ളിലായാലും ശരി, ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും അതിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ധു. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം.
കേണൽ ഡിന്നി, കേണൽ രാജീവ് മണലി നമുക്കൊപ്പം തുടരുന്നുണ്ട്. കേണൽ, നേരത്തെ നമ്മൾ ആദ്യം ഈ സംസാരിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു പാകിസ്ഥാന്റെ സൈന്യമാണ് എന്തെപ്പോൾ ചെയ്യുമെന്നറിയില്ല. കാരണം ഒരു ബുദ്ധിയും ബോധവും ഇല്ലാത്ത മനുഷ്യരാണ് അവിടെ. അത്രയും സാമ്പത്തികാവസ്ഥയൊക്കെ മോശമാണ്. യുദ്ധം ചെയ്യാൻ പോയിട്ട് വൈദ്യുതി പോലും ഇല്ല, ആളുകൾക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, കുടിവെള്ളം പോലും കിട്ടാനില്ല. ആ രീതിയിൽ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ഒരു രാജ്യമാണ്. എങ്ങനെ പ്രതിരോധിക്കാനാണ്, എന്ത് ചെയ്യാനാണ്? കഴിഞ്ഞ ദിവസം ഡോൺ എന്ന പാകിസ്ഥാൻ പത്രത്തിൽ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതായത് 23 സൈനിക മേധാവികൾ രാജിവെച്ചു. അതൊരു അഭൂതപൂർവമായ വാർത്തയാണ്, ഒരു സംഗതിയാണ്. അത് ശരിയാണെങ്കിൽ അത് കാണിക്കുന്നത് പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിൽ തന്നെ വളരെ വലിയ ഒരു പ്രശ്നം നടക്കുന്നുണ്ടെന്നതാണ്. ഈ പണ്ടത്തെ പാക് ആർമി അല്ല ഇന്നത്തെ പാക് ആർമി. അവിടെ വളരെയധികം അവരുടെ സൈനിക നേതൃത്വത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ചിന്തകളും അത് ഇങ്ങനെ വളരെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടെയാണ്. ഈ നമ്മുടെ മനസ്സൊന്ന് പുറകോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇമ്രാൻ ഖാൻ ഉയർത്തിയ പല പ്രശ്നങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ഇമ്രാൻ ഖാനിനെ കൽത്തുറങ്കിൽ അടച്ചിരിക്കുകയാണ്. അതൊക്കെ മറക്കാൻ സമയമായിട്ടില്ല. പാകിസ്ഥാനി ജനത എപ്പോഴാണ് സൈന്യത്തിന്റെ പിടിയിൽ നിന്ന് വിട്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഒരു സാങ്കത്യമുള്ള സംഗതിയായിട്ട് ഞാൻ കരുതുന്നു. അവര് ആദ്യമേ ചെയ്യേണ്ടത് പാകിസ്ഥാൻ എന്നുള്ളൊരു രാഷ്ട്രം അതേപോലെ നിലനിൽക്കണമെങ്കിൽ അവരുടെ ബലൂചിസ്ഥാൻ സംരക്ഷിക്കണം, POK സംരക്ഷിക്കണം, അവരുടെ സൈന്യത്തെ തന്നെ സംരക്ഷിക്കേണ്ടതുണ്ട്. അവർക്ക് ഈ വലിയ വലിയ കാര്യങ്ങൾ പറയാമെന്നുള്ളതല്ലാതെ അതൊന്നും പ്രാവർത്തികമാക്കാനുള്ള കെൽപ്പില്ലാത്തൊരു രാഷ്ട്രമായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇതാണ് എനിക്കിതിനെ കുറിച്ച് പ്രതികരിക്കാനുള്ളത്. കേണൽ ഡിന്നി, ഇപ്പം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ പ്രതികരണം വരുന്നുണ്ട്. പാക് പ്രധാനമന്ത്രി അല്പസമയം കഴിഞ്ഞാൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യും, ഷഹബാസ് ഷെരീഫ് എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ചു മുൻപ്, നിമിഷങ്ങൾക്ക് മുൻപാണ് പ്രതിരോധ മന്ത്രി പറഞ്ഞത്, ഇനി നിങ്ങൾ സംഘർഷാവസ്ഥയിലേക്ക് പോയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന് ഒന്ന് പറഞ്ഞ്, കാരണം അങ്ങനെയും ഭയന്നിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇപ്പോൾ പറയുന്ന എല്ലാ ചുമതലയും സൈന്യത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന്. പാകിസ്ഥാനിൽ പോലും, പാകിസ്ഥാൻ ഭരണകൂടത്തിൽ പോലും ഭിന്നതയുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന അവസ്ഥയാണോ? തീർച്ചയായിട്ടും. അതിനകത്ത് എന്താന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളത്, അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളിൽ പലരും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. കാരണം രാജ്യത്തിന്റെ അവസ്ഥ അത്ര ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. സാമ്പത്തികമായിട്ട് ഇത്രയും പ്രശ്നങ്ങളുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ രാജ്യത്തെ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടാനുള്ള ആഗ്രഹം പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഇല്ല, പല സൈനിക ലീഡർഷിപ്പിനും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇതിനു മുൻപുള്ള ചീഫായിട്ടുള്ള ജനറൽ ബാജ്വയൊക്കെ ജിയോ എക്കണോമിക്സിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തത്. അതായത് ഭാരതവുമായിട്ട് നല്ല ബന്ധം വേണം, ഭാരതമായിട്ട് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ വേണം എന്നുള്ള നിലപാടായിരുന്നു. അപ്പൊ അങ്ങനെ ധാരാളം ഓഫീസേഴ്സും സൈന്യത്തിനുള്ളിലുണ്ട്. പക്ഷെ ജനറൽ അസീം മുനീറിനെ പോലെ തീവ്രവാദ സ്വഭാവമുള്ള, തീവ്രവാദി എന്ന് വിശേഷിപ്പിച്ച് യൂണിഫോം ഇട്ട ഒരു ജനറൽ, ആ ജനറലിനെ പോലുള്ള ആളുകളാണ് ഇന്ന് പാകിസ്ഥാനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച് നിൽക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഈ പല സ്വരങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്നത്. അതായത് ഒരു ഡിഫൻസ് മിനിസ്റ്റർ പറയാണ്, നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ഞങ്ങളൊന്നും ചെയ്തില്ല. പക്ഷെ തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റ് വരെയാണ് സൈന്യം തീരുമാനിക്കട്ടെ എന്നുള്ളത്. അപ്പം കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഒരു പ്രഷർ തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ ഉള്ളിൽ വന്നിട്ടുണ്ടാവാം. കാരണം അവർ വളരെ വ്യക്തമായിട്ട് തന്നെ 2019 ഇതേപോലെ ഒരു സിറ്റുവേഷൻ വന്നപ്പം പറഞ്ഞിരുന്നു, നിങ്ങൾ കൂടുതൽ എസ്കലേറ്റ് ചെയ്യരുത് എന്നുള്ളത്. ഭാരതത്തെ സംബന്ധിച്ചോളം ഭാരതം എല്ലാ രീതിയിലും പാകിസ്ഥാന് ഇനി ഒരു എസ്കലേഷൻ ചെയ്യാനുള്ള സാഹചര്യം കൊടുത്തിട്ടില്ല. കാരണം നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന സിവിലിയൻസിനെ അല്ല, നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന മിലിറ്ററി ഇൻസ്റ്റാളേഷൻ അല്ലെങ്കിൽ മിലിറ്ററി പേഴ്സണൽസിനല്ല, നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഭീകരവാദികൾ നിൽക്കുന്ന ക്യാമ്പും ഭീകരവാദികളാണെന്ന് വളരെ വ്യക്തമായിട്ട് ബ്രീഫിംഗിലും പറഞ്ഞു, നമ്മൾ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് പാകിസ്ഥാനിന് തിരിച്ചടിക്കണമെങ്കിൽ ഇവിടെ ഭീകരവാദി ക്യാമ്പുകളൊന്നും ഇല്ലല്ലോ. അപ്പൊ അവർ ചെയ്യുകയാണെങ്കിൽ അവർ ഒന്നീ മിലിറ്ററി ക്യാമ്പിനായിരിക്കും അല്ലെങ്കിൽ സിവിലിയൻസിനായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നടന്നതിന്റെ ഒരു പല തവണ ആയിട്ടുള്ള ഇരട്ടി രീതിയിലേക്കുള്ള റിട്ടാലിയേഷൻ പാകിസ്ഥാനിലേക്ക് വരും എന്ന് എനിക്ക് തോന്നുന്നു. അമേരിക്കയും റഷ്യയും പോലുള്ള രാജ്യങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ
ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും നല്ല ബുദ്ധി തോന്നുന്നു. നമുക്കിപ്പോ ചൈനയുടെ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിച്ചാൽ, ഇന്നിപ്പം ഈ ചൈന എടുക്കുന്ന ഒരു നിലപാടിനെ കുറിച്ച് സംസാരിച്ചാൽ കേണൽ ഡിനി, ഇപ്പം ഇന്ന് രാവിലെ ചൈനീസ് സമൂഹ മാധ്യമമായ വൈബോയിൽ വ്യാജ വാർത്തകൾ, ആദ്യമൊക്കെ രാവിലെയൊക്കെ പലതരത്തിലുള്ള വ്യാജ വാർത്തകളും നമ്മുടെ മുന്നിലേക്ക് വന്നിരുന്നു. ഒരു ഹാഷ്ടാഗ് പാകിസ്ഥാൻ ഷൂട്ട്സ് ഡൗൺ 6 ഇന്ത്യൻ ജെറ്റ്സ് എന്നുള്ള ആ ഹാഷ്ടാഗ് 9 കോടി വ്യൂസ് ആണ് ആ ഹാഷ്ടാഗിന് പാകിസ്ഥാൻ സമൂഹ മാധ്യമമായ വെയ്ബോയിൽ വന്നത്. പാകിസ്ഥാൻ ന്യൂസ് ഔട്ട്ലെറ്റുകളായ ഗ്വാൻചയും 163 ഒക്കെ വാർത്തകൾ നൽകിയപ്പോൾ അതിന് നൽകിയ തലക്കെട്ടുകൾ ഇങ്ങനെയാണ്: പാകിസ്ഥാൻ ഷോട്ട് ഡൗൺ 6 ഇന്ത്യൻ മിലിറ്ററി എയർക്രാഫ്റ്റ്, അതിൽ 3 റഫാലുകൾ ഉൾപ്പെടുന്നു, പാകിസ്ഥാൻസ് വിക്ടറി ഇൻ ദ ഫസ്റ്റ് ബാറ്റിൽ. ഇതൊക്കെയാണ് പാകിസ്ഥാനെ അനുകൂലിക്കുക മാത്രമല്ല അവിടെ നിന്ന് വരുന്ന വ്യാജ വാർത്തകൾ പോലും ശരിവെച്ചുകൊണ്ട് ചൈനീസ് മാധ്യമങ്ങൾ നൽകുന്നത്. അവർ തീർച്ചയായിട്ടും ചെയ്യും. ചൈനീസിനെ സംബന്ധിച്ചും ചൈനയുടെ ഇൻഫർമേഷൻ വാർഫെയർ എന്ന് പറയുന്നത് അത് എക്കാലവും എപ്പോഴും 24/7 നമ്മളെ ഭാരതത്തിന് അഗേൻസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഒരു പൗരത്വ ബില്ലോ അല്ലെങ്കിൽ കർഷക സമരമോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഇന്റേണൽ ആയിട്ടുള്ള ഇഷ്യൂ ഉള്ളപ്പോഴും നമ്മൾ കാണാറുണ്ട് ഇതുപോലത്തെ വ്യാജ വാർത്തകൾ ധാരാളം ഇങ്ങനെ വരുന്നത്. അതിന്റെയൊക്കെ പിന്നിൽ പലപ്പോഴും ചൈന അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെ പല ചൈനീസ് ബേസ്ഡ് ആയിട്ടുള്ള ഏജൻസീസ് ആണ്. ഇപ്പൊ തന്നെ ഇന്ന് തന്നെ ഗ്ലോബൽ ടൈംസ് പോലും ഈ പറഞ്ഞ ഒരു വാർത്ത ഇങ്ങനെ ഇട്ടിരുന്നു. CGTN അവരും ഇട്ടിരുന്നു. അപ്പൊ ഇങ്ങനെ പല ചൈനീസിന്റെ അതൊരു സ്ഥിരം ശൈലിയാണ്. അവർ ഭാരതത്തിനെ കുറിച്ച് എപ്പോഴൊക്കെ നെഗറ്റീവായിട്ട് കാണിക്കാൻ പറ്റുമോ, സാമ്പത്തികമായിട്ട് കാണിക്കാൻ പറ്റുമോ, അതെല്ലാം അവർ ചെയ്യും. പക്ഷെ ചൈനയെ സംബന്ധിച്ചോളം ഒഫീഷ്യലായിട്ട് അവര് ഭാരതത്തിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കും എന്നുള്ള ഒരു നിലപാട് എടുക്കത്തില്ല. ഒഫീഷ്യലായിട്ട് എന്ന സെൻസ് അവർ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ ചൈനയുടെ പാകിസ്ഥാന്റെ കൂടെ നിന്ന് യുദ്ധം ചെയ്യും എന്നുള്ള രീതിയിലൊന്നും അവർ ചെയ്യാൻ പോകുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇന്ന് ഭാരതവും ചൈനയും തമ്മിൽ ഇതൊക്കെ ആണെങ്കിൽ തന്നെയും സാമ്പത്തികമായിട്ട് $135 ബില്യൺ ട്രേഡാണ്. അതിൽ ഏകദേശം 100 ബില്യൺ ചൈനീസിന്റെ ഭാഗത്തു നിന്നാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് നമ്മൾ വലിയ മാർക്കറ്റാണ്, അവർക്ക് ആവശ്യമുണ്ട്. അവരും US തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് അവർ പിണക്കി നിർത്താനുള്ള സ്വഭാവം ചൈനീസ് കാണിക്കാറില്ല. അതുകൊണ്ടാണ് ഇന്ന് ചൈനയും ഭാരതവും തമ്മിലുള്ള അതിർത്തി പ്രശ്നവും അവർ സോൾവ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ അവർ ഇന്നലെയും ചെയ്തിട്ടുണ്ട്, ഇന്നും ചെയ്യും, നാളെയും ചെയ്തുകൊണ്ടിരിക്കും. അത് കണ്ടിട്ട് പാകിസ്ഥാന്റെ വിചാരം വലിയ സപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ അതൊരു വ്യാമോഹം മാത്രമാണ്. അത് സോഷ്യൽ മീഡിയയിലുള്ള ഒരു രീതിയിലുള്ള ഒരു സപ്പോർട്ടൊന്നും അതിനപ്പുറം ഒന്നുമില്ല. അപ്പൊ അതേപോലെ തന്നെ നോക്കൂ, ഇന്ന് ഇന്ത്യക്ക് എത്രമാത്രം സപ്പോർട്ടാണ് കിട്ടുന്നത്. ഞാൻ നോക്കുകയായിരുന്നു, ഇന്ത്യയുടെ വളരെ ന്യൂട്രലായിട്ട് നിൽക്കുന്ന പല രാജ്യങ്ങളുടെ ആളുകൾ പോലും ഇന്ത്യ സപ്പോർട്ട് വരുന്നുണ്ട്. അത് ഇസ്രായേലോ അല്ലെങ്കിൽ വേറെ മറ്റു രാജ്യങ്ങളല്ല, പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇന്ത്യക്ക് വരുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കാരണം വളരെ സിമ്പിൾ ആണ്. ഈ ഭീകരവാദത്തിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഇന്ന് ലോകം മൊത്തം ഒറ്റക്കെട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെ ഭീകരവാദം നടന്നിട്ടുണ്ടോ അവിടെ ഈ ലോകം മൊത്തം ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് അറിയാം, ലോകത്ത് എവിടെ ഭീകരവാദം നടന്നാലും ഇന്ത്യ ഉടനെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ന് ഒരു രീതിയിലും സപ്പോർട്ട് ഇല്ലാത്തത്. അപ്പൊ ചൈനീസിന്റെ ഈ ഒരു രീതി അതിന് വലിയ രീതിയിൽ നമ്മൾ അതിന് ഒരു പരിഗണന കൊടുക്കേണ്ട കാര്യമില്ല. അത് അവരുടെ സ്ഥിരം ശൈലിയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ശരി, കേണൽ രാജീവ് മണിൽ, നമുക്ക് പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ തലക്കെട്ടുകളൊന്ന് വായിച്ചു പോയാൽ, CNN, ഇന്ത്യ പാകിസ്ഥാൻ ഓൺ ദ ബ്രിങ്ക് ഓഫ് വൈഡർ കോൺഫ്ലിക്റ്റ്. BBC, ഇന്ത്യ ലോഞ്ചസ് സ്ട്രൈക്സ് ഓൺ പാകിസ്ഥാൻ. TASS, ഇന്ത്യ യൂസസ് എ റൈറ്റ് ടു പ്രിവെന്റ് മോർ ടെറർ അറ്റാക്സ്. അൽ ജസീറ, ഇന്ത്യ സ്ട്രൈക്സ് പാകിസ്ഥാൻ. അപ്പം ഒരു നിലപാടെടുക്കുകയാണോ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ? നമ്മള് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു റിയാക്ഷൻ കണ്ടാൽ അവര് സത്യാവസ്ഥ മനസ്സിലാക്കിയിരിക്കുന്നു. പാകിസ്ഥാൻ എവിടെ നിൽക്കുന്നു, ഇന്ത്യ എവിടെ നിൽക്കുന്നു അവർക്ക് കൃത്യമായി അറിയാം എന്നുള്ളൊരു പ്രതീതിയാണ് ഉളവാകുന്നത്. പിന്നെ ഈ പല രാഷ്ട്രങ്ങളുടെയും പല പ്രഖ്യാപനങ്ങളും ഈ അടുത്ത കാലത്ത് വായിച്ചു നോക്കുകയാണെങ്കിൽ, സശ്രദ്ധം നോക്കുകയാണെങ്കിൽ, ഇന്ത്യ ഒരു യുദ്ധത്തിന് പോയാൽ അത് നല്ല കാര്യമാണ് എന്നുള്ളൊരു രീതിയാണ് മിക്കവാറും രാഷ്ട്രങ്ങളും എടുത്തിട്ടുള്ളത്. അതിന് കാരണം എന്താണെന്ന് നോക്കുമ്പോൾ, നമ്മുടെ സാമ്പത്തിക കുതിപ്പ് അതെങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തണമെങ്കിൽ നമ്മളെ ഒരു യുദ്ധത്തിൽ കൊണ്ടുവന്ന് എത്തിക്കണം. അത് ചെയ്യാനുള്ള ശ്രമം അവർ ചില രാഷ്ട്രങ്ങളെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പല രാഷ്ട്രങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ അതിന് കുറ്റം പറയാൻ സാധ്യമല്ല. നമ്മൾ ആണ് സ്വയം ബോധവാന്മാരാകേണ്ടത്. ഒരു യുദ്ധം നമുക്ക് ഈ അവസരത്തിൽ അല്ല ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് പറ്റിയതല്ല എന്നുള്ളൊരു ബോധം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടത്. വാർ ബൈ അതർ മീൻസ്, വാർ ബൈ എനി അതർ മീൻസ്, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനായിട്ട് പാകിസ്ഥാനിൽ തന്നെ ഇഷ്ടംപോലെ അവന്യൂസ് അവർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ അവന്യൂസ് ഓരോന്നായിട്ട് എടുത്ത് പ്രയോഗിച്ചാൽ മതി. ഇതിൽ കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ
ഒരു യുദ്ധം ഒഴിവാക്കേണ്ടതുണ്ട്. നമ്മുടെ ലക്ഷ്യം പാകിസ്ഥാനോ അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളൊന്നുമല്ല. നമ്മൾക്ക് ലോകത്തെ ഏറ്റവും പ്രമുഖ രാഷ്ട്രമാകാനുണ്ട്. അതാണ് നമ്മുടെ നിയോഗം. ആ നിയോഗത്തിൽ എത്താൻ വേണ്ട ശ്രമങ്ങളിലായിരിക്കണം നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. അവരൊരു മഠയത്തരം കാണിച്ചു, നമ്മളൊരു മറുപടി കൊടുത്തു. അതവിടെ നിർത്തുകയായിരിക്കും നമുക്ക് നല്ലത്. അത് തന്നെയാണ് പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി കുറച്ചു മുമ്പ് പറഞ്ഞത്. യുദ്ധം ഒരിക്കലും ഇന്ത്യ ആഗ്രഹിച്ചിട്ടില്ല. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അത്തരം നടപടികൾ ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത, വിനോദസഞ്ചാരത്തിനെത്തിയ, കശ്മീരിന്റെ ഭംഗി ആസ്വദിക്കാനെത്തിയ, പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കശ്മീരിനെ ആസ്വദിക്കാനെത്തിയ ജനങ്ങൾക്ക് നേരെ സാധാരണക്കാരായ മനുഷ്യരാണ് ഇത്തവണ ഇരയായത്. തിരിച്ചടിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാനാണ് എന്നുള്ളതാണ്. കേണൽ ഡെന്നിദ, ഇപ്പോൾ 3:30 പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയാണ്. അസീം മുനീർ എന്തുകൊണ്ട് വരുന്നില്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ? ഭയന്നൊളിച്ചിരിക്കുകയാണോ? പറയാൻ മറുപടി ഇല്ലാഞ്ഞിട്ടായിരിക്കുമോ പാക് സൈനിക മേധാവിക്ക്? അതൊരു കാരണം തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം എന്ത് മറുപടിയാണ് പറയാനുള്ളത്? എന്തിനാണ് ഇപ്പൊ പാകിസ്ഥാനുള്ളിലും അറിയാം പെഹൽഗാം ചെയ്തത് അവർ തന്നെയാണ്. അത് അവിടുത്തെ തന്നെ എത്രയോ ആർമി ഓഫീസേഴ്സിന്റെ ലേഖനങ്ങൾ നമ്മൾ വായിക്കാൻ ഇടയായി. അതായത് പാകിസ്ഥാന്റെ ജനറൽ അസീം മുനീറിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇടപെടലാണ് പഹൽഗാം നടന്നത് എന്നുള്ള രീതിയിൽ വന്നു. അതിന്റെ ഒരാഴ്ച മുമ്പാണല്ലോ ജനറൽ അസീം മുനീർ അങ്ങനത്തെ ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു ഭാഷണമൊക്കെ തന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അസീം മുനീർ പുറത്ത് വന്ന് എന്താണ് പറയുക? ഈ രാജ്യത്തിനെ ഈ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി എന്ത് കാരണമാണ് എന്നുള്ളത് ഒന്ന്. രണ്ടാമതായിട്ട് പാകിസ്ഥാൻ സൈന്യത്തിന് ഇന്നലെയും ബലൂചിസ്ഥാൻ ഫൈറ്റേഴ്സ് 6 പേരെയാണ് വധിച്ചത്, ഇൻക്ലൂഡിങ് ഒരു മേജർ റാങ്കിലുള്ള ഓഫീസറിനെ. അപ്പൊ അങ്ങനെ ഒരു തിരിച്ചടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അഫ്ഗാൻ താലിബാന് തിരിച്ചടി കിട്ടുമ്പോൾ, തെഹരീക്കെ താലിബാൻ പാകിസ്ഥാന് തിരിച്ചടി കിട്ടുമ്പോൾ എന്തിനാണ് ഭാരതത്തിലുമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നതെന്ന് സാധാരണ ആയിട്ടുള്ള വെറും മിനിമം കോമൺ സെൻസ് ഉള്ള ആളുകൾ ചോദിക്കും. അപ്പൊ ഈ ചോദ്യത്തിൽ നിന്നൊക്കെ ഒളിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ജനറൽ ആസിഫ് മുനീർ എന്ന് ഉള്ള ആ ഒരു ഭീകരവാദി ഇൻ യൂണിഫോം എന്ന് നമ്മൾ എല്ലാവരും വിളിക്കുന്ന ആ ജനറൽ ചെയ്യുന്നത്. കാരണം പുറത്തു വന്നു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കും. ഇനി എത്ര പേടിയാണെങ്കിലും ആളുകൾ ചോദിക്കും. ഒന്നത്. രണ്ടാമതായിട്ട് ജനറൽ അസീം മുനീറിന്റെ എന്താ പറയുക, ജീവനും ഭീഷണിയുണ്ട്. അത് രണ്ടാമത്തെ കാര്യം. കാരണം ബലൂചിസ്ഥാൻ ഫൈറ്റേഴ്സ് ധാരാളം കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പം തരിക താലിബാൻ പാകിസ്ഥാൻ ധാരാളം ചെയ്യുന്നുണ്ട്. അപ്പൊ അതേപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം നമുക്കറിയാം, പഷ്തൂൺ മെനിഞ്ഞാന്നത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു കണ്ടത്. അവിടുത്തെ പഷ്തൂന്റെ ഒരു മൗൽവി അവിടുത്തെ ആളുകൾ ചോദിക്കുകയാണ്, നമ്മൾ എന്തിനാണ് ഇപ്പൊ ഭാരതം പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യത്തില്ല, നമ്മൾ ഭാരതത്തിന്റെ സേനയുടെ കൂടെ നിൽക്കും. കാരണം പാകിസ്ഥാൻ സൈന്യം നമ്മളെ പിള്ളേരെയും കുട്ടികളെയൊക്കെ അത്രമാത്രം അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തിനാണ് അവരുടെ കൂടെ നിൽക്കുന്നത് എന്ന് പഷ്തൂൺ, അതായത് പാകിസ്ഥാന്റെ ഉള്ളിലെ പഷ്തൂന്റെ ഒരു സീനിയർ മൗലവിയാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രശ്നങ്ങൾ അവിടെ ഉള്ളപ്പോൾ അതിന്റെ ഏറ്റവും കൂടുതൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ആള് ഈ ജനറൽ അസീം മുനീറാണ്. അപ്പൊ അതിന്റെ ഒരു കാരണക്കാരൻ ജനറൽ അസീം മുനീറാണ്. അപ്പൊ ജനറൽ അസീം മുനീറിന്റെ ജീവന് ഭീഷണിയുണ്ട്, അതിനകത്ത് സംശയമൊന്നുമില്ല. അപ്പൊ ഇതെല്ലാം കാരണം വെച്ചാണ് ജനറൽ അസീം മുനീറിന്റെ ഈ പ്രശ്നം തുടങ്ങിയ തൊട്ട് ഏപ്രിൽ 22 തൊട്ട് ഇന്നേ വരെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ്. അന്നും ഇതേപോലത്തെ പ്രചരണമായിരുന്നു. ജനറൽ അസീം മുനീർ നാട് വിട്ടു പോയി എന്നൊക്കെ ഉള്ള രീതിയിൽ വന്നു. ജനറൽ അസീം മുനീറിന്റെ കുടുംബത്തെ എല്ലാം വിദേശത്ത് നിന്ന് വിട്ടിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉത്തരം പറയാൻ പറ്റാത്ത കുറെ ചോദ്യങ്ങളുണ്ട്. സ്വന്തം ജീവൻ രക്ഷിക്കണം എന്നുള്ളൊരു ചിന്തയും കൂടിയാണ് കാരണമാണ് ജനറൽ അസീം മുനീറിനെ നമ്മൾ പുറത്ത് കാണാത്തത് കൂടുതലായിട്ട്. റിട്ടയർഡ് കേണൽ രാജീവ് മണ്ഡലി, ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ ഒരു ആക്രമണത്തിന് ശേഷം, ഇന്ത്യയുടെ മറുപടിക്ക് ശേഷം, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നിരവധി വിദേശ രാജ്യങ്ങളുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുമായി സംസാരിച്ചു. അതിൽ പ്രധാനം അമേരിക്കയുടെ മാർക്ക് റൂബിയോ തന്നെയാണ്. അത് കഴിഞ്ഞ UK-യുടെ NSA ജൊനാഥൻ പവലിയുമായും സൗദിയുടെ NSA മുസൈദ് അൽ അലിബാനുമായും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അതായത് അന്താരാഷ്ട്ര സമൂഹത്തിനോട് എന്തുകൊണ്ട് ഇന്ത്യക്ക് ഓപ്പറേഷൻ സിന്ദൂറുമായി മുന്നോട്ട് പോകേണ്ടി വന്നു എന്ന് വിശദീകരിച്ചു. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പാക് പ്രകോപനമാണ് അതിർത്തിയിൽ നടക്കുന്നത്. ഈ കഴിഞ്ഞ 12 ദിവസങ്ങളായിട്ട് നമ്മുടെ നയതന്ത്ര വിദഗ്ധർ അജിത് ഡോവൽ ഉൾപ്പെടെ വളരെ കൃത്യമായി അവരുടെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ ഇന്റർനാഷണൽ ഒപ്പീനിയൻ നമുക്ക് അനുകൂലമാക്കുന്നതിൽ ഇവർ വഹിച്ചിട്ടുള്ള പങ്ക് ചില്ലറയാണ്.
ഇന്ന് ഇത് പണ്ടത്തെ ഇന്ത്യ അല്ല, പണ്ടത്തെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾ അധികം ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്റർനാഷണൽ ഒപ്പീനിയൻ ഈസ് വിത്ത് അസ്. അത് നമ്മുടെ കൂടെ തന്നെയാണ്. പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ UN സെക്യൂരിറ്റി കൗൺസിൽ കൂടി കണ്ടത്. അപ്പോ നയതന്ത്ര വിഭാഗം അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കണം. വളരെ ഏബിൾ ഒരു ഓഫീസറാണ് ശ്രീ അജിത് ഡോവൽ. അദ്ദേഹത്തിന്റെ വഴിക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സൈന്യത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്നത് ഇന്ത്യ ഒരു വെൽ ഓയിൽഡ് ഒരു മിഷനറി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഇൻഫാക്ട് പത്രസമ്മേളനത്തിലുള്ള സൈനിക പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് വരെയുള്ള അതിനധികം സമയം കിട്ടിക്കാണില്ല. രാവിലെ 1:30 മണിക്ക് ഇത് കഴിഞ്ഞു, ഒരു പത്രസമ്മേളനം 10:30 നടക്കുന്നു. അതിനുള്ളിൽ തക്കതായ പ്രതിനിധികളെ കണ്ടെത്തി അവരെ കൊണ്ട് പത്രസമ്മേളനം നടത്തിക്കുന്നൊക്കെ വെച്ചാൽ ഇറ്റ്സ് വെൽ നൈ ഇമ്പോസിബിൾ. അത് ചെയ്യാൻ സാധിക്കുന്നു. അതിന് വേണ്ട ഒരു മിഷനറി നമുക്ക് ഇന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മുടെ കരുത്ത്. ഭാരതത്തിന്റെ കരുത്ത് അതാണ്. പിന്നെ വെറും ഒരു ഇമോഷണൽ ഔട്ട്ബേഴ്സോ ഇമോഷണൽ റിയാക്ഷൻസോ അല്ല നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. രാജ്യതന്ത്രജ്ഞത എല്ലാ അർത്ഥത്തിലും പ്രതിഫലിക്കുന്ന ഒരു സീരീസ് ഓഫ് ആക്ഷൻസ് ആണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. ഈ 12-14 ദിവസമായിട്ട് എന്തുകൊണ്ട് ഇന്ന് ചെയ്തില്ല എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്നവരെ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ കണ്ടിരുന്നു. അതൊന്നും കാര്യമാക്കാതെ കൃത്യമായ സമയത്ത് കൃത്യമായ മറുപടി കൊടുത്ത് തൽക്കാലം കാത്തിരിക്കുന്ന ഒരു ചുറ്റുപാടിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. വളരെയധികം നന്ദി കേണൽ രാജീവ് മണ്ണലി, അതോടൊപ്പം തന്നെ കേണൽ S. ഡിനി, ഇത്രയും നേരം നമുക്കൊപ്പം ചേർന്ന് നിങ്ങളുടെ വിലപ്പെട്ട വാക്കുകൾക്ക് വളരെയധികം നന്ദി.